തിരുവനന്തപുരം മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കാതെ പോലീസ്. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പ്രതി സഞ്ചരിച്ച ബൈക്കിന്റെ വിവരങ്ങൾ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ഇരയായ സ്ത്രീക്ക് ആക്ഷേപമില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കഴിഞ്ഞ 13-ന് രാത്രി 11 മണിയോടുകൂടിയാണ് മൂലവിളാകം ജംഗ്ഷനിൽ വെച്ച് 49-കാരിയായ സ്ത്രീ ആക്രമിക്കപ്പെട്ടത്. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതേസമയം പ്രതിയുടെ വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. സ്കൂട്ടർ കമ്പനിയിൽ നിന്നുമാണ് ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ ഇരയായ സ്ത്രീക്ക് ആക്ഷേപമില്ലെന്നും ആഭ്യന്തര വകുപ്പ് പരാജയമെന്നത് തെറ്റായ പ്രചരണമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ ആക്രമണത്തിന് വിധേയരായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമില്ല. ഞാനിപ്പോൾ അവർ നേരിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ നന്നായി തന്നെ അതിനുശേഷം നന്നായി തന്നെ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 7ഓളം സമാനമായ കേസുകളാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഈ കേസുകളുടെ തനി ആവർത്തനമായതിനാൽ തന്നെ സ്ഥിരം കുറ്റവാളി തന്നെയാകാം പ്രതി എന്ന നിഗമനത്തിലാണ് പോലീസ്. പരാതി ലഭിച്ച ഉടൻ കേസെടുക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിയെ പിടികൂടാൻ വൈകിയതിനുള്ള കാരണം. ഈയൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.